മുനമ്പത്ത് 600-ലധികം കുടുംബങ്ങൾ അതിജീവനത്തിനായി നടത്തുന്ന നിരാഹാര സമരത്തിന് ഒരു വിധത്തിലുമുള്ള മാനുഷിക പരിഗണനകളും നൽകാതെ അതിനെ അങ്ങേയറ്റം നിസ്സാരമായി കണ്ട പിണറായി സർക്കാരിന്റെ കപടമുഖത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ കെട്ടിയിറക്കിയ കമ്മീഷന്റെ ആധികാരികതയെ കോടതി തള്ളിക്കളഞ്ഞത്. വോട്ട് ബാങ്ക് ഭൂരിപക്ഷത്തെ സുഖിപ്പിച്ച് കൂടെ നിർത്താനും അതിജീവന സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാനുമായി സർക്കാർ കാട്ടിയ ഗിമിക്കായ കമ്മീഷനെ എടുത്ത് തോട്ടിലെറിഞ്ഞ് കമ്മീഷന്റെ നിയമനത്തെ റദ്ദാക്കിക്കൊണ്ട് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ചെയർമാനായിരിക്കുന്ന മുനമ്പത്തിന്റെ ലേബലിലുള്ള ജുഡീഷ്യൽ കമ്മീഷന് ഒരു അധികാരവുമില്ലെന്നും കമ്മീഷന്റെ നിയമനം നിലനിൽക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയതോടെ സർക്കാരിന്റെ ഒരു കുതന്ത്രവും മുനമ്പത്ത് നിലനിൽക്കില്ലെന്ന് വ്യക്തമായിരിക്കുകയാണ്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമസാധുത കോടതിയിൽ ചോദ്യം ചെയ്തത് കേരള വഖഫ് സംരക്ഷണ വേദിയായിരുന്നു. മുനമ്പത്ത് ഈ കണ്ട കാലമത്രയും നടന്ന സമരത്തിനും ബഹുജന പ്രക്ഷോഭത്തിനും പരിഹാരം കൽപ്പിക്കുവാൻ ഉത്തരവാദിത്തമുള്ള സർക്കാർ സമരത്തിന്റെ തുടക്കത്തിൽ കടുത്ത നിസ്സംഗത പാലിക്കുകയും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ സാന്നിധ്യത്തിൽ കൂടിയ യോഗത്തിലാണ് മുനമ്പം ജനതയുടെ ആവശ്യങ്ങൾ നിരാകരിച്ച് കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ഖജനാവിലെ കാശ് വീശിയെറിഞ്ഞുകൊണ്ട് സർക്കാർ അവതരിപ്പിക്കുന്ന കമ്മീഷൻ കലാപരിപാടികൾ വെറും പ്രഹസനമാണെന്ന് അരിഭക്ഷണം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം മുനമ്പംകാർക്കും വ്യക്തമായിട്ട് അറിയാമായിരുന്നു. മുനമ്പം ജനതയുടെ പ്രതിബദ്ധതയുള്ളവർ അത് പച്ചയ്ക്ക് വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. എങ്കിലും സമരം അവസാനിപ്പിക്കുക എന്ന ഒറ്റ കാര്യമൊഴികെ എല്ലാ കാര്യത്തിലും ഉദാത്തമായ പൗരബോധത്തോടെ മുനമ്പംകാർ കമ്മീഷനോട് സഹകരിക്കുകയാണ് ചെയ്തത്. കിടപ്പാടത്തിനായി സമരം ചെയ്യുന്നവന്റെ മുഖത്തു നോക്കി പച്ചക്കള്ളങ്ങളും കാപട്യങ്ങളും വിളിച്ചു പറയുവാനും മനസ്സാക്ഷിക്കുത്തുകൂടാതെ അവരെ വഞ്ചിക്കുവാനും മടിയില്ലാത്ത സർക്കാർ ഗീബസൽസിനെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ നടത്തിയ മുനമ്പം കമ്മീഷൻ കാപട്യത്തിന് വിശ്വാസ്യത കൂട്ടാൻ ചില മന്ത്രി പുങ്കുവന്മാർ പോലും നടത്തിയത് നിർലജ്ജമായ നുണപ്പാട്ടുകളായിരുന്നു. തങ്ങളുടെ രക്ഷകനായി അവതരിച്ച കമ്മീഷന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ ത്രാണിയില്ലാത്ത മുനമ്പത്തെ പാവങ്ങളുടെ മുമ്പിലേക്ക് വിനാശകാലത്തിന്റെ വിപരീത ബുദ്ധി എന്നതുപോലെയാണ് സർക്കാർ കെട്ടിയിറക്കിയ ജുഡീഷ്യൽ കമ്മീഷന്റെ ആധികാരികതയെ ചോദ്യം ചെയ്തുകൊണ്ടും വഖഫ് സ്വത്തുക്കൾ ഉൾപ്പെടുന്ന ഭൂമിയിൽ ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുന്ന അന്വേഷണം തടയണം എന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വഖഫ് സംരക്ഷണ വേദി ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയത്. അതോടെ സർക്കാർ കെട്ടിപ്പൊക്കിയ മുനമ്പം കാപട്യത്തിന്റെ ചീട്ടുകൊട്ടാരം ആടിയുലയുന്ന കാഴ്ചകളാണ് കണ്ടത്. കേസ് പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് മുനമ്പം കമ്മീഷന്റെ ആധികാരികതയെ ചോദ്യം ചെയ്തപ്പോൾ കോടതിയിൽ നിന്ന് വേർത്ത സർക്കാർ വക്കീലന്മാർ കുറ്റം സമ്മതിച്ചുകൊണ്ട് പറഞ്ഞത് കമ്മീഷനെ വെച്ചത് മുനമ്പത്തെ കാര്യങ്ങൾ പഠിക്കുവാനാണ് എന്നായിരുന്നു. സർക്കാർ വീണെടുത്ത് കിടന്ന് ഉരുണ്ടതാണെങ്കിലും ചില ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയായിരുന്നു. ആർക്കു വേണ്ടിയായിരുന്നു അത്? എന്തിനു വേണ്ടിയായിരുന്നു അത്? കേരളത്തിലെ പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് കമ്മീഷനെ മുനമ്പത്തേക്ക് കെട്ടിയിറക്കിയത്. അന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും തള്ളിവിട്ട മധുരം പുരട്ടിയ കാപട്യ വർത്തമാനങ്ങൾ കേട്ട് സമരം നിർത്താതെ മുനമ്പത്തെ ധീരരായ ജനങ്ങൾ വഖഫ് ഭേദഗതി ബില്ല് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറാതെ ശക്തമായി മുമ്പോട്ട് പോയതിനാൽ അവരുടെ പ്രതീക്ഷകൾക്കൊത്തവണ്ണം കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ ഒരു തീർപ്പിലേക്ക് എത്തിക്കുകയാണ്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഈ വിഷയത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത് നിയമങ്ങൾക്ക് അനുസൃതമായ കൃത്യമായ നിലപാട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ കഴിയുകയുള്ളൂവെന്നും വഖഫ് ബോർഡിന് അധികാരമുണ്ടെന്നും നിയമത്തിൽ അതെല്ലാം കൃത്യമായി പറയുന്നുണ്ടെന്നും ആ നിയമം നിലനിൽക്കുമ്പോൾ സർക്കാരിന് മറിച്ചൊരു തീരുമാനം എടുക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ പാർലമെന്റ് ആ നിയമത്തിനുമേൽ ഭേദഗതികൾ വരുത്തി പുതിയ നിയമം പുറത്തിറക്കുന്നതോടെ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാവുകയും ചെയ്യും. ഏതായാലും ക്രൈസ്തവ സമൂഹത്തോടും അവരുടെ ആവലാതികളോടുമുള്ള ഇടത് സർക്കാരിന്റെ ഹീനമായ നയങ്ങൾ ഒരിക്കൽ കൂടെ അടിവരയിടപ്പെട്ടിരിക്കുകയാണ്.